അമിതവണ്ണം നിയന്ത്രിക്കുന്നതിനുള്ള ചികിത്സാ രീതികളെക്കുറിച്ച് ഫാമിലി ഡോക്ടർ ചർച്ച ചെയ്യുന്നത് കൊച്ചി VPS ലേക്ഷർ ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ അജിത് കുര്യാക്കോസ് ആണ് ഇന്നത്തെ ഫാമിലി ഡോക്ടർ. അദ്ദേഹം സംസാരിക്കുന്നു. വെൽക്കം. ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ VPS ലേക്ഷർ. അമിതമായിട്ടുള്ള BMI അല്ലെങ്കിൽ ഈ അമിതവണ്ണം കാരണമുള്ള രോഗങ്ങൾ, അതിന് ബേരിയാട്രിക് സർജറി എന്ന് പറഞ്ഞ പ്രൊസീജിയേഴ്സ് നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷേ അതിന് മുന്നോടിയായിട്ട് ഇന്ന് നമുക്ക് സർജറി നമുക്ക് ഒഴിവാക്കി പുതിയ എൻഡോസ്കോപ്പിക് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം അതിൽ ഏത് ഓപ്ഷൻസാണ് നമുക്കുള്ളതെന്നുള്ളത് നോക്കാം. ഒന്ന്, നമുക്ക് ഇൻട്രാഗ്യാസ്ട്രിക് ബലൂൺ എന്ന് പറഞ്ഞുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ ഇന്ന് അവൈലബിൾ ആണ്. ഇതൊരു സർജറി അല്ല, നമ്മൾ എൻഡോസ്കോപ്പി മുഖേന നമ്മൾ ആമാശയത്തിൻ്റെ ഉള്ളിൽ ഒരു ബലൂണിനെ പ്ലേസ് ചെയ്യുകയും ആ ബലൂൺ കാരണം നമുക്ക് ശകലം ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ വയറ് നിറഞ്ഞെന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ പല ഹോർമോണൽ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പം നമുക്ക് ഭക്ഷണത്തിനോടുള്ള താല്പര്യം കുറയുന്നു, വിശപ്പും കുറയുന്നു. അത് മൂലം നമുക്ക് വെയിറ്റ് കുറയുകയും ചെയ്യുന്നു. ഇതൊരു 6 മാസം തൊട്ട് 1 വർഷം വരെയാണ് നമുക്ക് വയറിൻ്റെ ഉള്ളിൽ പ്ലേസ് ചെയ്യുകയും അത് റിവേഴ്സിബിളായിട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും അതിനെ എടുത്ത് മാറ്റാവുന്നതുമാണ്. അപ്പോൾ ഇത് എടുത്തു മാറ്റുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ഡയറ്റും ലൈഫ് സ്റ്റൈലും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഭയങ്കര ആവശ്യമാണ്, ആ വെയിറ്റ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. രണ്ടാമത്തെ എൻഡോസ്കോപ്പിക് ഓപ്ഷൻ എൻഡോസ്കോപ്പിക് സ്ലീവ് ഗ്യാസ്ട്രോപ്ലാസ്റ്റി എന്ന് പറയും. ഇത് എൻഡോസ്കോപ്പി മുഖേന നമ്മൾ വയറിൻ്റെ ആമാശയത്തിൻ്റെ ആ ഒരു കപ്പാസിറ്റി, ഒരു എൻഡോസ്കോപ്പിക് സ്റ്റിച്ച് വെക്കുകയും അതുകൊണ്ട് നമ്മൾ ആമാശയത്തിൻ്റെ ഒരു കപ്പാസിറ്റി കുറയ്ക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സർജറി ഇല്ലാതെ നമുക്ക് ആമാശയത്തിൻ്റെ കപ്പാസിറ്റി കുറയുന്നു. നമുക്ക് ശകലം ആഹാരം കഴിക്കുമ്പം തന്നെ വയറ് വീർത്തതായിട്ട് തോന്നുകയും നമ്മുടെ ആഹാരത്തിൻ്റെ അളവ് കുറയുകയും വെയിറ്റ് ലോസ് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത് 1 വർഷത്തിൽ നമുക്കൊരു 15% ആവറേജ് വെയിറ്റ് ലോസ് ഉണ്ടാക്കുന്ന ഒരു പ്രൊസീജിയറാണ്. ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ പഠനങ്ങൾ കാണിക്കുന്നത് ഇത് നല്ലൊരു ഡ്യൂറബിളായിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. ഡ്യൂറബിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 5 വർഷം 10 വർഷം കഴിഞ്ഞാലും നമുക്കൊരു 10 to 15%, 10 തൊട്ട് 15% വരെ വെയിറ്റ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. വേറെ മരുന്നുകളൊന്നും ഇല്ലാതെ തന്നെ. അങ്ങനെ എപ്പോൾ വേണമെങ്കിലും നമുക്കിത് ഈ സ്റ്റിച്ച് നമുക്ക് ഊരാവുന്നതും ഇതൊരു റിവേഴ്സിബിൾ പ്രൊസീജിയറുമാണ്. അപ്പോൾ ഈ 2 എൻഡോസ്കോപ്പിക് പ്രൊസീജിയേഴ്സ് നമുക്കിന്ന് ലഭ്യമാണ്. ബേരിയാട്രിക് സർജറി അവോയ്ഡ് ചെയ്തുകൊണ്ട് നമുക്ക് അതല്ലെങ്കിൽ അത് താല്പര്യമില്ലാത്തവരിൽ ചെയ്യാവുന്ന പ്രൊസീജിയേഴ്സ് ആണ് ഇത് രണ്ടും. ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ VPS ലേക്ഷർ.